ഹലോ ഗായ്സ്, നമുക്കൊരു കല്യാണം കൂടാൻ പോയാലോ? കല്യാണം കൂടാനൊക്കെ പോയി എന്നുള്ളത് സത്യമാണേ. ബട്ട് ഈ മാരേജ് കഴിഞ്ഞിട്ട് 2 മന്ത് കഴിഞ്ഞ് കേട്ടോ. നോമ്പിന് മുന്നേ ലാസ്റ്റ് അറ്റൻഡ് ചെയ്ത വെഡ്ഡിങ് ആയിരുന്നു ഇത്. പക്ഷേങ്കിൽ എനിക്ക് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ഇത്തിരി ഒന്ന് വൈകേണ്ടി വന്നു. എനിവേ, നമുക്കിനി കല്യാണ വിശേഷത്തിലേക്ക് കടക്കാം. ഇത് ഞങ്ങളുടെ നെയ്ബറിൻ്റെ മോടെ കല്യാണമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനും ഉമ്മച്ചുമായി നേരത്തെ ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഉമ്മച്ചി ഇത്തിരി ലേറ്റായിപ്പോയി വരാൻ. അന്നേരം കൊണ്ട് ഞാനും ഉമ്മച്ചുമായും കൂടി ബ്രൈഡിനെ കണ്ട് വന്നായിരുന്നു. പിന്നെ ഉമ്മച്ചി വന്നിട്ട് ഉമ്മായും പോയി കണ്ടു. മാരേജിൻ്റെ സ്റ്റേജൊക്കെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. അവർ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നതൊക്കെ കാണാൻ നല്ല ഭംഗിയായിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്നിട്ടും നിക്കാഹിൻ്റെ ടൈമൊക്കെ ആവാൻ വേണ്ടി തുടങ്ങുന്നതേ ഉള്ളൂ, അതായത് ടൈമായി വരുന്നതേ ഉള്ളൂ. അപ്പോൾ പിന്നെ ഞങ്ങൾ എഴുതിയെങ്കിൽ ഫുഡ് കഴിച്ചിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നല്ല രീതിക്ക് ഇരുന്നിട്ട് ഒരു ബഹളങ്ങളൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ ഇരുന്ന് ചെറുക്കനെയും പെണ്ണിനെയും കല്യാണമൊക്കെ നല്ലതുപോലെ കൂടാന്ന് കരുതി. അല്ലെങ്കിലും നേരത്തെ ഫുഡ് കഴിക്കുന്നതാണ് നല്ലത്. ഒന്ന് നേരത്തെ കഴിച്ചാൽ കല്യാണം യാതൊരു തിരക്കുമില്ലാതെ ക്ലീൻ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. നേരത്തെ ഓഡിറ്റോറിയത്തിൽ വന്നിട്ട് ഈ ബോറടി മാറിയും കിട്ടും. ഫുഡ് കഴിച്ച് ഐസ്ക്രീമും കുടിച്ചിട്ടൊക്കെ വന്നിരുന്ന് പീസ്ഫുള്ളി ബ്രൈഡിൻ്റെയും ഗ്രൂമിൻ്റെയും എൻട്രി ഒക്കെ കാണുന്ന ഒരു ഭംഗിയുണ്ടല്ലോ, അത് വേറൊന്നിനും കിട്ടത്തില്ല. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിരുന്നു. നല്ല ഫുഡായിരുന്നു കേട്ടോ. നല്ല ബിരിയാണി, ചിക്കൻ ബിരിയാണിയും പപ്പടവും സലാഡും അതുമാതിരി ഐസ്ക്രീമൊക്കെ ആയിട്ട് നല്ല സെറ്റായിട്ട് ഞാൻ ഫുഡൊക്കെ കഴിച്ചു. 2 ഐസ്ക്രീമും ഞാൻ കുടിച്ചിട്ടുണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ തിരക്കുള്ളത് കല്യാണത്തിന് ഏത് ഏരിയയിലാണെന്ന് ചോദിച്ചാൽ ഞാൻ നിസ്സംശയം പറയും അത് ഐസ്ക്രീം കോർണറിലാണെന്ന്. എന്ത് തിരക്കാ ഒരു ഐസ്ക്രീമൊക്കെ വാങ്ങാൻ. അങ്ങനെ ഐസ്ക്രീമൊക്കെ ആസ്വദിച്ച് കഴിച്ചിട്ട് ഓഡിറ്റോറിയത്തിൻ്റെ ഹാളിലേക്ക് കയറി വന്നപ്പോൾ നമ്മുടെ ഗ്രൂമിൻ്റെ എൻട്രി ആയി. അപ്പോൾ ഗ്രൂം അത് ആ സ്റ്റേജിൽ വന്ന് നിൽക്കുകയാണ്. പണ്ടൊക്കെ ഈ മാരേജിന് ഗ്രൂം ബ്രൈഡ് ഇങ്ങനെ എൻട്രി ഒന്നും ഇല്ലായിരുന്നല്ലോ അല്ലേ. ഇപ്പോൾ എന്തൊക്കെ അറേഞ്ച്മെൻറ്റ്സാണ് ഓരോ വെഡ്ഡിങ്ങിനും ഉള്ളത്. ആസ് എ ഗേൾ ഞാനിപ്പോൾ ഇങ്ങനെ ഓരോ മാരേജ് കൂടുമ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഈ പെൺവീട്ടുകാരെ എന്തോരം ചിലവുകളാണ് ഒരു മാരേജ് നടത്തുമ്പോൾ വഹിക്കേണ്ടി വരാം. അതായത് ഗ്രൂമിന് എക്സ്പെൻസ് ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്, ബട്ട് ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ച് നല്ല രീതിയിൽ ഓരോ പാരൻസും നല്ല രീതിയിൽ അവരെ വിവാഹം കഴിച്ച് വിടുന്ന ഓരോ പാരൻസ് ഉണ്ടല്ലോ, അവരെടുക്കുന്ന എഫേർട്ട് അത് എത്രത്തോളമാണെന്ന് കണ്ട് നമ്മൾ മനസ്സിലാക്കണം അല്ലേ. ഞാൻ പണ്ടൊക്കെ എന്ന് പറയുമ്പോൾ മാരേജിന് പോയി കഴിഞ്ഞാൽ പെണ്ണും ചെറുക്കൻ്റെയും ഡ്രസ്സ് കാണുക, അവിടെ അറേഞ്ച്മെൻറ്റ്സ് കാണുക, ഫുഡ് കഴിക്കുക, അങ്ങനെയൊക്കെയുള്ള ഓരോ ചിന്തകളായിരുന്നു. ഇപ്പോൾ കുറച്ചും കൂടി നമ്മൾ ഏജ് ആയിട്ട് വരുമ്പോൾ അല്ലെങ്കിൽ കുറച്ചും കൂടി നമുക്ക് മെച്യൂരിറ്റി ഒക്കെ ഹിറ്റ് ചെയ്ത് തുടങ്ങുന്ന ആ ഒരു ടൈം ആകുമ്പോൾ മനസ്സിലാവും എന്തോരം എഫേർട്ടാണ് ഓരോ പാരൻസും അവരുടെ പെൺമക്കളെങ്ങനെ നല്ല രീതിയിൽ വിവാഹം കഴിച്ച് വിടാൻ വേണ്ടി എടുക്കുന്നതെന്ന്. അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു കോൽക്കളിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനത് കാണുകയാണ്. ഞാൻ പോയിട്ടുള്ള കല്യാണത്തിനൊന്നും ഇങ്ങനെ കോൽക്കളി കണ്ടിട്ടില്ല. അല്ലാണ്ട് കുറച്ചൊക്കെ ഒപ്പന അത് ഈ എൻട്രീസിൽ വരുമല്ലോ, അങ്ങനെ കണ്ടിട്ടല്ലാണ്ട് സ്റ്റേജിൽ ഇങ്ങനൊരു പ്രോഗ്രാം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഞാനും കുറച്ച് നേരം അതിരുന്ന് ഞാൻ ഓൾമോസ്റ്റ് ആ കോൽക്കളി കഴിയും വരെ അവിടെ ഉണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ നല്ലൊരു മാരേജൊക്കെ കൂടിയിട്ട് ഞങ്ങൾ പതിയെ ഓഡിറ്റോറിയത്തിൽ നിന്ന് ഇറങ്ങി. ഓഡിറ്റോറിയത്തിൽ നിന്നല്ല, ഹാളിൽ നിന്ന് പതിയെ താഴോട്ട് ഇറങ്ങി. അപ്പോഴും അവിടെ ഐസ്ക്രീമൊക്കെ ഇങ്ങനെ ഓരോരുത്തരും വന്ന് വാങ്ങുന്നുണ്ട്. അപ്പം ഉമ്മച്ചി പോയി 2 ഐസ്ക്രീം വാങ്ങിക്കൊണ്ടുവന്നു. പിന്നെ ഐസ്ക്രീമും കുടിച്ചതിന് ശേഷമാണ് ഞങ്ങൾ പതിയെ ഇറങ്ങിയത് കേട്ടോ.
ഇത് കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് പോവാ, ഒന്ന് കിടന്നുറങ്ങുക എന്നുള്ളൊരു പ്ലാനിങ്ങിലാണ് അവിടെ നിന്ന് ഇറങ്ങിയതെങ്കിലും ജംഗ്ഷൻ, അതായത് ബസ് സ്റ്റോപ്പിൽ എത്തിയപ്പോൾ ഞങ്ങളുടെ ഐഡിയാസൊക്കെ മാറി, അല്ല പ്ലാനൊക്കെ മാറി കേട്ടോ. എന്നിട്ട് ഞങ്ങൾ പതിയെ പാലോട് മേളയ്ക്ക് വെച്ച് പിടിച്ചു. ഞാൻ പറഞ്ഞല്ലോ ഇത് ഞാൻ ഓൾമോസ്റ്റ് ഒരു 2 മന്തിന് മുന്നേ എടുത്ത വീഡിയോയാണ്. അപ്പോൾ പാലോട് മേള ഫെബ്രുവരിയിലായിരുന്നു. പാലോട് മേളൊക്കെ കഴിഞ്ഞ് പോയി, ഇപ്പോൾ ഏപ്രിലായി. വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യുന്നത് ഇത്തിരി ഒന്ന് ലേറ്റായിപ്പോയി എന്നുള്ളതേ ഉള്ളൂ. എൻ്റെ ഒരു ഓർമ്മ വെച്ച നാൾ മുതൽ നമ്മൾ ഡെയിലി എല്ലാ വർഷവും പാലോട് മേളയ്ക്ക് വരാറുണ്ട്. ഞങ്ങൾ മസ്റ്റായിട്ട് വരുന്ന ഒരു മേള കൂടിയാട്ടോ പാലോട് മേള. അപ്പോൾ നമുക്കിനി മേള വിശേഷങ്ങൾ കണ്ടുപോവാം. സത്യം പറഞ്ഞാൽ ഈ ഒരു ഐറ്റം കണ്ടപ്പോൾ എനിക്ക് നൊസ്റ്റാൾജി അടിച്ചു കേട്ടോ. പണ്ട് ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുന്ന ടൈമിൽ ഇതിന് വേണ്ടിയിട്ട് വാശി പിടിക്കുമായിരുന്നു. അതായത് മേളയ്ക്ക് പോകുമ്പോൾ കയ്യിൽ അച്ചിട്ടുകൊണ്ട് പോകാമെന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. എന്നിട്ട് പിറ്റേന്ന് ക്ലാസ്സിൽ ചെന്ന് പിള്ളേരെ ഇത് പുതിയ മൈലാഞ്ചി ഡിസൈൻ എന്നൊക്കെ പറഞ്ഞ് കാണിക്കുമ്പോൾ കിട്ടുന്നൊരു ഹാപ്പിനെസ് ഉണ്ടല്ലോ, അതൊക്കെ ആലോചിക്കുമ്പം ഐ മിസ് മൈ സ്കൂൾ ഡേയ്സ്. ഇതൊക്കെ ഒരു ടൈമിൽ എൻ്റെ അമ്മച്ചിയുടെയും കുഞ്ഞാടെയൊക്കെ ഒരു പ്രത്യേക ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള സ്പോട്ടായിരുന്നു. മേളയ്ക്ക് പോയി കഴിഞ്ഞാൽ 3-4 കവറിൽ ഈ ചെടികളുമായിട്ടല്ലാണ്ട് അവർ തിരിച്ച് വീട്ടിൽ പോരൂലായിരുന്നു. ഇപ്പോൾ എന്താണെന്ന് അറിയില്ല, അവർക്ക് വാങ്ങണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിലും അങ്ങോട്ട് വാങ്ങാറില്ല. ഇപ്പോൾ പറയുന്നത് ഇതൊക്കെ വാങ്ങിക്കഴിഞ്ഞാലും കുറച്ച് നാൾ കഴിയുമ്പോൾ ഇത് പട്ട് പോവും, ഇത് കറക്റ്റിനൊന്നും ഇരിക്കത്തില്ലെന്നൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ അമ്മച്ചിമ്മ കുറച്ച് മാവിൻ്റെ തൈയും പ്ലാവിൻ്റെ തൈയൊക്കെ വാങ്ങുന്നുണ്ടായിരുന്നു. പിന്നെ കുറച്ചും കൂടി മുന്നോട്ട് വന്നപ്പോൾ അടുക്കളയിലേക്ക് ആവശ്യമുള്ള ഇതുപോലത്തെ അരിവാലകളും അതുപോലെ കുട്ടകളും മുറങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. അതൊക്കെ വെച്ചും ഇങ്ങനെ റേറ്റൊക്കെ ചോദിക്കുകയാണ്. അതിൽ നിന്ന് ഏതോ 1-2 വാങ്ങുകയും ചെയ്തു. അടുത്തതായിട്ട് ഞങ്ങൾ നേരെ നടന്നങ്ങോട്ട് ചെന്നപ്പോൾ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ വിൽക്കുന്നുണ്ട്. അപ്പം അമ്മച്ചിമാർക്ക് 2 കോഴിക്കുഞ്ഞിനെ വേണമായിരുന്നു. അപ്പോൾ പറഞ്ഞൊക്കെ വന്നപ്പോൾ ആൾക്ക് കോഴിക്കുഞ്ഞിനെയൊക്കെ ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇപ്പോഴേ നമ്മളത് കയറി എൻട്രൻസിൽ നിൽക്കുന്ന ടൈമാണ്. അപ്പോൾ ഇവിടെ നിന്നേ കോഴിക്കുഞ്ഞിനെ വാങ്ങി ഞങ്ങൾ ബാക്കിയുള്ളതൊക്കെ കണ്ടു വരുമ്പോഴേക്കും നല്ല ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തിരിച്ച് ഇതിലേ തന്നെയാണ് ഞങ്ങൾ ഇറങ്ങി വരുന്നത്. അപ്പോൾ തിരിച്ച് വരുമ്പോൾ വാങ്ങാമെന്ന് പറഞ്ഞു. പിന്നെ അവിടെ നിന്ന് പതിയെ ഞങ്ങൾ മുന്നോട്ട് നടന്നു. ഈ ഒരു ഏരിയയിൽ ഞാൻ പെൺകുട്ടികൾക്ക് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, ഇതൊക്കെ ഒരു വികാരമാണ് പെൺകുട്ടികളുടെ. അപ്പോൾ ഇതൊക്കെ കണ്ടാൽ എങ്ങനെയാണ് ഗായ്സ് വാങ്ങാതിരിക്കാൻ തോന്നുക? പക്ഷെ ഞാൻ വാങ്ങിയില്ല കേട്ടോ. കാരണം എനിക്ക് ഈ കമ്മൽ ഇട്ടാൽ കാത് പെട്ടെന്ന് പഴുക്കും. അങ്ങനെ ഒരു ഇഷ്ടമല്ലാത്തൊരു സ്വഭാവം വന്നു പോയി ചെവിക്ക്. നല്ല വിലക്കുറവിന് ഷർട്ടൊക്കെ കണ്ടപ്പോൾ അതൊക്കെ നോക്കാം കേട്ടോ. എനിക്ക് അതിൽ ചുമന്ന ഷർട്ട് വെച്ചുമ്പോൾ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ പതിയെ അത് എടുത്തെന്ന് തോന്നുന്നു ഗൈസ്. ഞാൻ ആ കാര്യം മറന്നുപോയി. ഞാൻ പറഞ്ഞല്ലോ വീഡിയോ ഒക്കെ എടുത്തിട്ട് കുറച്ച് നാളായി. അതുകൊണ്ട് തന്നെ എന്തൊക്കെയാണ് എന്തൊക്കെ വാങ്ങി എന്നുള്ളതിൻ്റെ ആ ഒരു സംഭവം ഞാൻ മറന്നുപോയി. എനിക്ക് ഏറ്റവും കൂടുതൽ വാങ്ങണം എന്ന് തോന്നിയിട്ട് വാങ്ങാൻ കഴിയാതെ പോയ ഐറ്റമാണ് ഈ ഒരു ബാഗ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, പക്ഷേ എങ്കിലും വാങ്ങാൻ പറ്റിയില്ല. ഇതൊക്കെ കാണുമ്പോൾ എന്തൊക്കെ വികാരങ്ങളാണ് വരുന്നതെന്നറിയാമോ? ഇതെല്ലാം വാങ്ങണമെന്ന് എനിക്കുണ്ട്. കുഞ്ഞിലേക്ക് ആയിരുന്നെങ്കിൽ വാശിയെങ്കിലും പിടിച്ചത് വാങ്ങാമായിരുന്നു. ഇപ്പോൾ കുറച്ചൊക്കെ മുതിർന്നു പോയില്ലേ, അതുകൊണ്ട് വാശി പിടിച്ച് വാങ്ങാനും കഴിയുന്നില്ല. അതുപോലെ വാശി പിടിച്ച് അവർ വാങ്ങിത്തരേയില്ല. പിന്നെ സ്വന്തമായിട്ട് അധ്വാനിച്ച് 4 കാശ് കയ്യിൽ വന്നിട്ട് വേണം ഇതൊക്കെ എനിക്ക് അറഞ്ചും പുറഞ്ചും വാങ്ങാൻ. അടുത്തതായിട്ട് എനിക്ക് ആഗ്രഹം തോന്നിയ അടുത്തൊരൈറ്റം കേട്ടോ ഈ മാല. ഇത് വാങ്ങണമെന്നുണ്ടായിരുന്നു, പിന്നെ ഞാൻ വാങ്ങിയില്ല കേട്ടോ. ഇത് 120 ഇത്രയായിരുന്നു റേറ്റ്.
ഞാനൊരു ലോലിപോപ്പ് ഉറിഞ്ചാണ് ഈ സ്റ്റാളൊക്കെ കണ്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പോഴാണ് അവിടുത്തെ ഏതോ ഒരു സ്റ്റാളിലെ ഒരു കുട്ടിയാട്ടോ. അപ്പോൾ അവനെ കണ്ടപ്പോൾ ഞാൻ അവനൊരു ലോലിപോപ്പ് കൊടുത്തു. ജസ്റ്റ് ഞാൻ ഇൻസ്റ്റയിലൊക്കെ കണ്ടിട്ട് കയറണം എന്ന് കരുതി പോയ ഒരു ഐറ്റമാണ് ഈ രണ്ടെണ്ണം. അതിൽ ഒന്ന് ആകാശ ഊഞ്ഞാലും മറ്റൊന്ന് നമ്മുടെ ഈ കറക്ക ഊഞ്ഞാലും കേട്ടോ, ജയൻറ്റ് വീലും. പക്ഷേങ്കിൽ ജയൻറ്റ് വീൽ ഞാൻ ഇതിന് മുന്നേയൊക്കെ കയറിയിട്ടുണ്ട്, അതുകൊണ്ട് എനിക്കത് അത്ര കയറണമെന്നില്ലായിരുന്നു. പക്ഷേ ഈ ആകാശ ഊഞ്ഞാലേ രണ്ട് തല അപ്പുറം ഇപ്പുറമുള്ള ആ ഐറ്റത്തിൽ കയറണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഞാനതിൽ കയറാൻ തന്നെ ഉദ്ദേശിച്ച് തന്നെയാണ് പാലോട് മേളയ്ക്ക് പോയത്. പണ്ട് ഞാനും കുഞ്ഞായി മേളയ്ക്ക് പോകുമ്പം മസ്റ്റായിട്ട് കയറിക്കൊണ്ടിരുന്ന ഒരേ ഒരു ഐറ്റം മരണക്കിണറാണ്. ഇപ്രാവശ്യം പിന്നെ കുഞ്ഞ് കൂടെ ഇല്ലാത്തതുകൊണ്ട് മരണക്കിണറിലൊന്നും കയറിയില്ല. ഇത് പുതിയൊരു ഐറ്റം കേട്ടോ. പക്ഷേ ഇതിൽ ഞാൻ കയറിയിട്ടൊന്നും ഇല്ല, ഞാൻ ജസ്റ്റ് കണ്ടതേ ഉള്ളൂ. ഗോസ്റ്റിൻ്റെ എന്തോ ആണ് ഈ സംഭവം. പക്ഷെ കൊള്ളാന്നൊക്കെ കയറിയവർ പറയുന്ന കേട്ടു. ഇപ്രാവശ്യം വന്ന അടുത്തൊരു ന്യൂ ഐറ്റം ആട്ടോ ഇത്, മത്സ്യകന്യകേനെ പോയി കാണാമെന്നുള്ളത്. ഇതിന് എനിക്ക് തോന്നുന്നു റേറ്റ് 150 എത്രയാണെന്ന് തോന്നുന്നു. ഉമ്മച്ചി എൻ്റെ കൂടെ ഇല്ലേ, ഞാനും ഉമ്മച്ചിമായും കൂടിയാണ് കേട്ടോ ഫസ്റ്റ്. ആദ്യമേ തന്നെ മേളയിലെത്തിയ ഞാനും ഉമ്മച്ചിമായും കൂടിയാണ്. ഉമ്മച്ചി വീട്ടിൽ പോയി കുറച്ച് നേരം ഒന്ന് വിശ്രമിച്ചിട്ടൊക്കെയാണ് പിന്നെ വരാണ് ചെയ്തത്. അപ്പോൾ ഉമ്മ വന്നിട്ട് വേണം എനിക്കിതിലൊക്കെ കയറാൻ എന്നൊരു പ്ലാനിങ്ങിലാണ് ഞാൻ നിന്നത്. പക്ഷേങ്കിൽ ഉമ്മച്ചി വരാൻ ഇത്തിരി ഒന്ന് ലേറ്റായിപ്പോയി, അതുകൊണ്ട് ഞാൻ ഈ മത്സ്യകന്യകയിലൊന്നും കയറിയില്ല. കഴിഞ്ഞ തവണ വന്നപ്പോൾ ഞാൻ ഇതിൽ നിന്നൊക്കെ കുറച്ച് സ്വീറ്റ്സൊക്കെ വാങ്ങിക്കൊണ്ടാട്ടോ പോയത്. അതിൻ്റെ കഴിഞ്ഞ പാലോട് മേള വീഡിയോ കണ്ടവർക്കറിയാം. പക്ഷേങ്കിൽ കൊള്ളായിരുന്നെങ്കിലും എനിക്ക് ചില സ്വീറ്റ്സ് ഒന്നും അത്ര ഇഷ്ടപ്പെട്ടില്ലായിരുന്നു, അതുകൊണ്ട് ഇപ്രാവശ്യം ഞാൻ ഇത് വാങ്ങാൻ വേണ്ടി നിന്നില്ല. സത്യത്തിൽ ഈ ഒരു ഏരിയ എത്തിയപ്പോഴാണ് ഒരുപാട് വലിയ വലിയ ഫാൻസി സ്റ്റാളുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ എങ്ങനെയാണ് ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ വാങ്ങാതിരിക്കുക. ഞാൻ ഈ ഒരു സ്റ്റാളിൽ നിന്ന് ആണെന്ന് തോന്നുന്നു ഒരു കമ്മൽ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പുറത്തെ സ്റ്റാളിൽ നിന്നും ഞാൻ ഇതുപോലെ എൻ്റെ അനിയന് വേണ്ടിയിട്ട് 2-3 പെൻസിലും അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പണ്ട് ഞാനിപ്പോൾ സ്കൂൾ ടൈമിലായിരുന്നു, അതായത് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന ടൈമായിരുന്നെങ്കിൽ ഇതെല്ലാം ഞാൻ വാശി പിടിച്ച് കരഞ്ഞിട്ടാണെങ്കിലും വാങ്ങിയിട്ട് പോകണമായിരുന്നു. പക്ഷേ ഇപ്പോൾ വാശി പിടിക്കാൻ പറ്റുന്നില്ല, ഇതൊക്കെ എനിക്ക് വാങ്ങണമെന്നുണ്ട്. പിന്നെ ഇതുപോലെ ചെരുപ്പ് കടകളും ഉണ്ടല്ലോ, അവിടെ നിന്ന് ഞങ്ങളൊരു 2 ജോഡി ചെരുപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. പുറത്തിടാനല്ല, വീട്ടിൻ്റെ അകത്തൊന്ന് ഇടാൻ വേണ്ടിയിട്ട് ഒരു 2 ജോഡി ചെരുപ്പ്. അത് 100 രൂപ റേറ്റിൽ, ഓരോ ജോഡിക്ക് 100 രൂപ വെച്ചിട്ട് അങ്ങനെ 2 ജോഡി വാങ്ങി. പിന്നെ കുറച്ച് നല്ല റേറ്റിന് കർച്ചീപ്പ് കിട്ടിയപ്പോൾ അതും വാങ്ങി. അങ്ങനെ നടന്നരച്ച് വന്നതല്ലേ, അതുകൊണ്ട് ഒരു കുലുക്ക് സർബത്ത് കുടിക്കാമെന്ന് കരുതി. ഞാൻ ഫസ്റ്റ് ടൈമാണ് കുലുക്ക് സർബത്ത് കുടിക്കുന്നത്. ഉമ്മച്ചി വാങ്ങിത്തരൂല, ഇത് അഴുക്ക വെള്ളമാണ്, അതുപോലെ തന്നെ ഇതൊന്നും കൊള്ളത്തില്ല എന്ന് പറഞ്ഞ് എനിക്ക് വാങ്ങിത്തരില്ല. അതിന് പകരം വേറെ എന്തെങ്കിലും വാങ്ങിത്തരും. അപ്പോൾ ഒന്ന് ഉമ്മച്ചിമ്മ കൂടെ ഉള്ളത് കൊണ്ട് ഞാനൊരു കുലുക്ക് സർബത്ത് വാങ്ങി. ഞാൻ പാഷൻ ഫ്രൂട്ടല്ല, ഗ്രീൻ ആപ്പിളാണ് ഞാൻ ആ ഫ്ലേവറുള്ള ഇതാട്ടോ വാങ്ങിയത്. കൊള്ളാം, നല്ലൊരു റിഫ്രഷ്മെൻറ്റ് സർബത്ത് തന്നെയാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഗ്രീൻ ആപ്പിൾ ആയതുകൊണ്ടായിരിക്കാം എനിക്കിഷ്ടപ്പെട്ടു. ഉമ്മച്ചിമ്മക്കൊരു വെട്ട് കത്തിയുടെ ആവശ്യമുള്ളത് കൊണ്ട് തന്നെ അങ്ങനെ ഒരു വെട്ട് കത്തിയും ഉമ്മച്ചിമ്മ വാങ്ങിയായിരുന്നു കേട്ടോ. അങ്ങനെ നടന്നു പോകുമ്പോഴാണ് ഞാൻ
ആയിട്ട് എൻ്റെ തട്ടകത്തിലെത്തിയത്. സത്യം പറയാമല്ലോ, മറ്റേ CID മൂസയിൽ മറ്റേ ബിന്ദു പണിക്കർ ജഗതി ശ്രീകുമാറിൻ്റെ കൂടെ ഹരിശ്രീ അശോകൻ്റെ വീട്ടിൽ വന്നിട്ട് മറ്റേ ഇതെന്താ ഡ്യൂട്ടി ഫ്രീ ഷോപ്പ് എന്ന് ചോദിക്കുന്ന ഒരു എന്തൊക്കെ ഞാൻ എടുക്കുമെന്നൊരു വെപ്രാളല്ലേ, അതേ വെപ്രാളായിരുന്നു ഈ പുസ്തകമേളയ്ക്ക്. അതപ്പോൾ ഏത് ബുക്ക് എടുക്കണം, ഏതൊക്കെ ഞാൻ വാരി പറക്കി എടുത്തുകൊണ്ട് വരണമെന്നുള്ള കൺഫ്യൂഷനിലായിപ്പോയി ഞാൻ. എനിക്ക് തോന്നുന്നു അവിടെ ഒരു സ്റ്റാളിൽ ഞാൻ നിന്നിട്ടുണ്ടെങ്കിൽ, കുറച്ച് അധികം നേരം നിന്നിട്ടുണ്ടെങ്കിൽ അത് ഈ ബുക്ക് സ്റ്റാളിലാണ്. കാരണം ഏത് ബുക്ക് എടുക്കണമെന്ന് എനിക്ക് കൺഫ്യൂഷനായിപ്പോയി. മെയിനായിട്ട് എനിക്ക് വേണ്ടതായിട്ടുള്ളൊരു 4-5 ബുക്കുകൾ, എൻ്റെ മനസ്സിന് ഇഷ്ടപ്പെട്ട 4-5 ബുക്കുകൾ ഇങ്ങനെ നിരത്തി വെച്ചേക്കാം. പക്ഷേങ്കിൽ റേറ്റ് എന്താണ്, എൻ്റെ കയ്യിൽ പൈസ ഇല്ലായിരുന്നു. ഒരു ബുക്ക് വാങ്ങാനുള്ള പൈസ ഞാൻ എങ്ങനെയും സംഘടിപ്പിച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ബുക്ക് ഞാൻ വാങ്ങുകയും ചെയ്തു. അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ തിരിച്ച് വന്നിട്ടാണ് ഈ കപ്പുകളൊക്കെ വാങ്ങിയത് കേട്ടോ. ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോഴേ കപ്പ് ഉണ്ടെങ്കിലും തിരിച്ച് വരുന്ന വഴിക്കാണ് വാങ്ങിയത്. പക്ഷേങ്കിൽ ഗൈസ്, ഈ കപ്പ് ഇതാ ഇവിടെ എത്തിയപ്പോൾ തന്നെ ഞങ്ങളുടെ കയ്യിൽ നിന്നും വീണ് പൊട്ടി. എൻ്റെ കയ്യിൽ നിന്നല്ല, അമ്മച്ചിമ്മ ഇങ്ങനെ നടന്നു വരുന്നവർക്ക് ഒരു കയ്യിൽ ബാഗും മറ്റേ കയ്യിൽ ഈ കപ്പിൻ്റെ കവറുമായിരുന്നു ഇരുന്നത്. പക്ഷേങ്കിൽ ബാഗ് എടുത്തെന്നുള്ള രീതിക്ക് എന്തോ എങ്ങനെയൊന്നും അറിയില്ല, അത് തറയിൽ നിന്ന് പൊട്ടിപ്പോയി. 5 കപ്പ് വാങ്ങി, 5 കപ്പിൽ 4 പൊട്ടി, ഒരെണ്ണം മാത്രം ഞങ്ങൾക്ക് തിരിച്ച് കിട്ടിയിട്ടുള്ളൂ. ഞങ്ങൾ കാഴ്ചയെ കണ്ട് ഏകദേശം താഴോട്ട് ഇറങ്ങിയപ്പോഴാണ് എൻ്റെ അമ്മച്ചിയെ വീട്ടിൽ നിന്ന് വിശ്രമിച്ചിട്ട് മേള കാണാൻ വേണ്ടി വന്നത്. പിന്നെ വീണ്ടും അമ്മച്ചിയുടെ കൂടെ നടക്കണ്ടല്ലോ എന്ന് എഴുതി ഞങ്ങളൊരു ചായക്കടയിൽ കയറിയിട്ട് ഒരു ചായയും ഉള്ളിവടയും വാങ്ങി കഴിച്ചുകൊണ്ട് അവിടെ ഇരുന്നു. സത്യം പറയാമല്ലോ, ഉള്ളിവട കൊള്ളത്തില്ലായിരുന്നു, ഉള്ളൊന്നും വെന്തിട്ടില്ല. ചായ കൊള്ളായിരുന്നു, ചായയും കുടിച്ച് അവിടെ ഇരുന്നു. അമ്മച്ചി ജസ്റ്റ് എല്ലായിടമൊക്കെ ഒന്ന് ഓടിച്ച് കറങ്ങിയിട്ട് വന്നിട്ട് ഞങ്ങൾ വീണ്ടും താഴോട്ട് ഇറങ്ങി. അപ്പോഴേക്കും ടൈം ഒരു 5-5:30 ആവാറായിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ടൈമൊക്കെ ആയപ്പോഴേക്കും താഴെയുള്ള റൈഡ്സൊക്കെ ഒരുവിധം എല്ലാം ഓപ്പറേറ്റ് ചെയ്ത് തുടങ്ങി. അപ്പോൾ ഞാൻ വന്നത് തന്നെ ആകാശ ഊഞ്ഞാലിൽ കയറാനാണല്ലോ, അതുകൊണ്ട് ഞാൻ ഒന്നും നോക്കിയില്ല, ഒരു ടിക്കറ്റ് എടുത്ത് ആകാശ ഊഞ്ഞാലിൽ കയറി കേട്ടോ. എനിക്ക് കയറണമെന്ന് അത്രയ്ക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, അതുകൊണ്ട് പിന്നെ ഒന്നും നോക്കിയില്ല, ഞാൻ കയറി. വിമാനാണ്. അപ്പൊ പോവാലേ? ഓക്കെ. എടപ്പിള്ളി സ്റ്റോപ്പിലെത്താ. ബാക്കി വല്ലതും ഉണ്ടാവുകയാണെങ്കിൽ ആലുവയിൽ ഇറക്കാം. സൂപ്പർ ഡ്യൂപ്പർ ഐറ്റം എന്ന് പറയാമല്ലോ. എനിക്കങ്ങ് വല്ലാതെ ഇഷ്ടപ്പെട്ടു പോയി. ഒരു തവണയും കൂടി കയറണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ നേരെ കിട്ടിയതുകൊണ്ടാണ് ഞാൻ കയറാതിരുന്നത്. കൂടെ ആരും ഇല്ലല്ലോ, എന്നാലും കൊള്ളായിരുന്നു കേട്ടോ. എനിക്ക് ഇങ്ങനത്തേക്ക് റൈഡ് ഭയങ്കര ഇഷ്ടമാണ് കയറാൻ. അങ്ങനെ പിന്നെ ഞങ്ങൾ നേരെ സ്റ്റാൻഡിൽ വന്ന് നിന്നു. നേരെ വീട്ടിലേക്ക് പോകണമല്ലോ, അങ്ങനെ ബസ് കാത്ത് ഞങ്ങളിവിടെ നിൽക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എനിക്കറിയാം ഈ വീഡിയോ കുറച്ചധികം ലെങ്ത് കൂടുതലാണെന്ന്, കാരണം കുറച്ചും കൂടി മുന്നേ ഇടേണ്ടിയിരുന്ന ഒരു വീഡിയോയാണ് ഞാനിപ്പോൾ ലേറ്റായിട്ട് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങൾ മറന്നു പോകരുത്. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും കമൻറ്റ്സ് ഉണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇനി അടുത്തൊരു വീഡിയോ കാണുമ്പോഴേക്കും ബായ്.